everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് തരം മൈസൂർ പാക്കാണ്. ഒന്ന് വായിലിട്ട അലിഞ്ഞു പോകുന്ന നെയ് മൈസൂർ പാക്ക്, നമ്മുടെ കൃഷ്ണ സ്വീറ്റ്സിലൊക്കെ കിട്ടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു നെയ് മൈസൂർ പാക്കും, പിന്നെ കുറച്ചൊരു മുറുക്കമുള്ള ഒരു മൈസൂർ പാക്കും. രണ്ടിൻ്റെയും ടെക്നിക്കിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ള ഗീ മൈസൂർ പാക്ക് അല്ലെങ്കിൽ നെയ് മൈസൂർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർക്കുകയാണ്. നെയ്യിലൊന്നുമല്ല, അല്ലാതെ തന്നെയാണ് നമ്മളിത് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പം തീയൊന്ന് ലോയിലേക്ക് ആക്കിയിട്ട് ആ ലോ ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ വറുത്തെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ കടലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു അരിപ്പയിലേക്ക്, ഒരു ഫൈൻ അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ. എന്തായാലും ഇത് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടുള്ളൂ. കാരണം ഇതിലെന്തായാലും കുറച്ച് തരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഉണ്ടകളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കടലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ബാക്കി വന്നിട്ടുള്ള ഈ കുറച്ച് ഇങ്ങനത്തെ പൊടിയാത്ത പൊടികളെയൊക്കെ നമുക്ക് കളയാം. ഇവിടെ നമ്മുടെ സ്മൂത്ത് പൗഡർ മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിക്കാനായിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് ചെയ്യാൻ പോണത്. അപ്പോൾ ആ സമയത്ത് അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മൈസൂർ പാക്ക് ഉണ്ടാക്കിയിട്ട് ഒഴിക്കാൻ പോണ പാത്രം റെഡിയാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ്. ഞാനിവിടെ ഒരു സ്ക്വയർ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് നമ്മൾ നെയ്യൊക്കെ തടവി റെഡിയാക്കി വെക്കണം. ഇത് ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലോ മറ്റോ വെച്ചാൽ മതി. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഉരുക്കിയ നെയ്യ് അതെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കടലപ്പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒരു വിസ്കോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തരികളൊന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഗീ മൈസൂർ പാക്കിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ മുഴുവൻ ഗീയും ഇപ്പം തന്നെ ഇട്ട് മാവിലിട്ട് മിക്സ് ചെയ്തു. അടുപ്പത്തു നിന്നല്ല അത് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അതിപ്പോൾ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പഞ്ചസാരയുടെ സ്ഥിതി എന്തായി നോക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര പാവ് ഇവിടെ നല്ലോണം തിളച്ചു. ഇതിപ്പോൾ ഒറ്റനൂൽ പരുവൊന്നും ആയിട്ടില്ല. അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണില്ല. നമ്മൾ ഈ സമയത്ത് അടുപ്പ് ഒന്ന് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ മിക്സ്ചർ അതിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. അടുപ്പിന് ചെറിയൊരു ചൂടുണ്ട്, ചെറിയ പതകൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതിൽ കൂടുതൽ വേവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ നമ്മുടെ ആ മിക്സ്ചർ അതിലേക്ക് ഒഴിച്ചു. ഇനി ഇതിനെ നിർത്താതെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ആ നെയ്യ് അതിൽ മിക്സ് ആയതിന് ശേഷം നമ്മുടെ തീ ഒരു ലോല് വെക്കാം. അപ്പോൾ അതവിടെ നിന്ന് കുക്കായി തുടങ്ങും ഇതുപോലെ. എന്നിട്ട് നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് നെയ് മൈസൂർ പാക്ക് ആക്കാനുള്ള ഒരു സംഗതി. നമ്മൾ മുഴുവൻ നെയ്യും ആദ്യം തന്നെ ഒരുമിച്ച് മാവിലിട്ട് മിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ പഞ്ചസാര പാവ് വല്ലാതെ ഒറ്റനൂൽ പരുവം വരെ ആക്കാൻ വെയിറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചിട്ട് വെറുതെ ഒന്ന് തിളച്ചാൽ പോരാ കേട്ടോ. കുറച്ചും കൂടി ഒരു ഇത്തിരി ഒട്ടലുണ്ടാവണം, ഒറ്റനൂൽ പരുവാവണ്ടെന്ന് മാത്രം. ഇപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നു, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നു. അതായത് നെയ്യൊക്കെ അതിൽ അബ്സോർബായി. ഇവിടെ വെച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ആ പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആ പാത്രം റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞത്. കാരണം നമ്മളിതിനെ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നെയ്യാക്കാൻ വരുമ്പോഴേക്കും അതിൻ്റെ മുറുക്കവും ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ഈവൺ ഇപ്പോൾ ഈ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാലും അതിനെ ആ സ്പൂണ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കണം നമ്മൾ. അപ്പോൾ നല്ലൊരു സ്മൂത്ത്, അതിൻ്റെ മുകൾ ഭാഗമൊക്കെ സ്മൂത്തായി വരാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഫ്ലാറ്റാക്കി കൊടുക്കണം. അതും നമ്മൾ ഉടനെ തന്നെ ചെയ്യണം, വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ സ്പൂണോ സ്പാച്ചുലോ എന്താണെന്ന് വെച്ചാൽ ഒക്കെ അവിടെ റെഡിയാക്കി
വെച്ചിട്ടുണ്ടാവണം. ഞാനിത് ചെറുതായി ഒന്ന് അമർത്തി അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുകയാണ്. ഇതിനി നമ്മൾക്ക് കുറച്ച് നേരം അവിടെ മാറ്റി വയ്ക്കാം. ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂട് തണിയണം, വല്ലാതെയല്ല, ഒരുവിധം തണിഞ്ഞതിന് ശേഷം നമുക്കിത് മുറിച്ച് വയ്ക്കുക. എന്നിട്ട് പക്ഷേ ഇതിനെ പുറത്തേക്ക് എടുക്കാൻ നന്നായി തണിഞ്ഞതിന് ശേഷം എടുത്താൽ മതി. ഇതിൽ നിന്ന് വിട്ട് വരാനൊന്നും യാതൊരു പണിയില്ല, കാരണം നമ്മൾ നെയ്യ് തേച്ചിട്ടുണ്ട്, ഇനി ഇതിലും നെയ്യുണ്ട്, അപ്പം അതുകൊണ്ട് അത് യാതൊരു കുഴപ്പമില്ല, സുഖമായിട്ട് വിട്ട് വരും. അപ്പം ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നല്ല സ്മൂത്തായി. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനെ മുറിക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു പാകം ചൂടേ ഉള്ളൂ. ഇവിടെ കുറച്ച് തണുപ്പായ കാരണം പെട്ടെന്ന് അത് തണിഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പം ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏതാ ഷേപ്പ് അനുസരിച്ചിട്ട് മുറിക്കാം. ഞാനിവിടെ സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇത് മുറിച്ച് വെച്ചിട്ട് പിന്നെ ഉടനെ തന്നെ അതിനെ എടുക്കരുത്. ഒന്നും കൂടി നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം അതിൻ്റെ സൈഡിൽ നിന്ന് പീസസ് എടുത്താൽ മതി. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞു. നമ്മുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യ് മൈസൂർ പാക്ക്. നിങ്ങൾക്ക് കടയിൽ കിട്ടുന്ന അതേപോലത്തെ ടേസ്റ്റാണ്. എന്താ പറയുക, അതിൽ എന്നാൽ യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. അപ്പോൾ കുറച്ചധികം ദിവസം വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 2 ദിവസത്തിലൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെച്ചാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ ഗീ മൈസൂർ പാക്ക് ഇവിടെ റെഡി. നമുക്കിനി നമ്മുടെ അടുത്ത കുറച്ച് മുറുക്കമുള്ള മൈസൂർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അങ്ങനെ നമ്മുടെ മുറുക്കമുള്ള മൈസൂർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാണ്. ഇതിലേക്ക് നെയ്യ് ഉരുകിയതിന് ശേഷം നമുക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പം നെയ്യ് ചേർത്തിട്ടാണ് നമ്മൾ ഈ കടലപ്പൊടി വറുക്കുന്നത്. നമ്മൾ നേരത്തെ ഗീ മൈസൂർ പാക്ക് ഉണ്ടാക്കിയപ്പം ആകെ 1 കപ്പ് നെയ്യാണ് ഉപയോഗിച്ചത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് നെയ്യാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു അഡീഷണൽ 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ആ കപ്പിൽ നിന്നല്ല അതിനെ എടുക്കുന്നത്. ഇവിടെ നമ്മുടെ കടലപ്പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെയും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാത്രത്തിൽ വെച്ച് അതിനെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വറുത്ത പൊടിയാവുമ്പം നമുക്കതിനെ അരിച്ചെടുക്കാൻ മറ്റതിനെ പോലെ അത്ര ഈസി അല്ല കേട്ടോ. കുറച്ചധികം സമയം വേണ്ടി വരും മറ്റതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അതിൽ കുറച്ച് നെയ്പ്പറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. അങ്ങനെ അതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ അതിലത്തെ ചെറിയ തരികളൊക്കെ അവിടെ ബാക്കിയായിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അത് കളയാം. ഇപ്പോൾ നമ്മുടെ നല്ല സ്മൂത്തായിട്ടുള്ള നമ്മുടെ കടലപ്പൊടി റെഡി. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യിൻ്റെ 1 കപ്പാണ് നെയ്യ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ചേർക്കുകയാണ്. മുഴുവൻ ചേർത്തിട്ടില്ല, പകുതി മാത്രം ചേർത്ത് നന്നായിട്ട് ഒന്ന് നേരത്തെ പോലെ തന്നെ വിസ്കോ സ്പൂണോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കടയിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പം ഇത് അവർ നേരിട്ടിട്ട് നെയ്യ് പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലുരുക്കിയിട്ട് ഈ പൊടി അതിലേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെയാകുമ്പം വലിയ ലാർജ് സ്കെയിലായിട്ട് ഉണ്ടാക്കുമ്പോഴും അല്ലാണ്ടിയൊക്കെ തന്നെ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ചിലപ്പോൾ അത് ശരിക്കും മിക്സായി പൊടിയൊക്കെ മിക്സായി എന്ന് വരില്ല, പിന്നെ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. ഇത് കുറച്ചും കൂടി എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മറ്റേ പോലെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏതായാലും ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളിതേ ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും, നേരത്തെ അതേപോലെ തന്നെയാണ് നമ്മൾ പഞ്ചസാരപ്പാവ് ആക്കുന്നത്. അളവ് സെയിം ആണ്, പക്ഷെ പാവിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിന് ഈ ടെക്സ്ചറുള്ള നമ്മുടെ ഈ മുറുക്കുള്ള ഇതിന് ഉറപ്പായിട്ടും നമ്മുടെ പഞ്ചസാരയ്ക്ക് ഒറ്റനൂൽ പരുവം വരെ എത്തിയിരിക്കണം. മറ്റത് ഓർമ്മിക്കുക, നമ്മൾ ഒറ്റനൂൽ പരുവത്തിൻ്റെ തൊട്ട മുന്നെയാണ് ഓഫ് ചെയ്തത്. ഒരു ചെറിയ ഒട്ടലുണ്ടാകുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നല്ല ഒറ്റനൂൽ പരുവം വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ആദ്യം പഞ്ചസാര നന്നായിട്ട് ഇളക്കാൻ ഓർമ്മിക്കണം. പഞ്ചസാര ഇളക്കാതെ അവിടെ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടിഭാഗം കാരമലൈസായി നമ്മുടെ മൈസൂർ പാക്ക് വേറെ എന്തെങ്കിലും ആയി മാറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതവിടെ പഞ്ചസാര റെഡിയാവുന്ന സമയം കൊണ്ട് ഇതിനുള്ള പാത്രവും നേരത്തെ പോലെ തന്നെ റെഡിയാക്കുകയാണ്. ഇതിൽ കുറച്ച് നെയ്യ് തടവി, ഇങ്ങനൊരു സ്ക്വയർ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നെയ്യ് തടവി റെഡിയാക്കി വെക്കുകയാണ്.
ഇവിടെ നമ്മുടെ പഞ്ചസാര ഇപ്പം നന്നായിട്ട് മിക്സായി ഏകദേശം അത് ആ ഒരു നമ്മുടെ ഒറ്റനൂൽ പരുവം ചെക്ക് ചെയ്യേണ്ട സമയമായി. നമുക്കത് ചൂടുണ്ടാവും, എന്നാലും ശ്രദ്ധിച്ചൊന്ന് തൊട്ട് നോക്കിയാൽ എനിക്കിപ്പം അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള നിങ്ങൾക്കിതിൽ ശരിക്കും കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ 2 വിരലിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നീക്കുമ്പം ഇതുപോലത്തെ ഒരു നൂല് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴാണ് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ചെറുതാക്കുക ചെയ്യേണ്ടത്. ഞാനിവിടെ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കടലപ്പൊടിയും നെയ്യുമായിട്ടുള്ള ആ മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തത് എൻ്റെ അടുപ്പിന് ഓൾറെഡി കുറച്ച് ചൂടുണ്ടാവും, അതുകൊണ്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഓഫായിട്ടും അത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ അപ്പം തന്നെ ഇളക്കി തുടങ്ങണം. ഈ ഇളക്കലിൽ ഒരു കോംപ്രമൈസും ഇല്ല, നിങ്ങളിവിടെ നിന്ന് നീങ്ങരുത്, പോവരുത്. ഈ നെയ്യ് ആ പഞ്ചസാരയും കടലപ്പൊടിയും ഒക്കെ കൂടി അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ അത് നോൺ സ്റ്റോപ്പായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊരു വിധം അതിൽ മിക്സായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ അത് മെല്ലെ മെല്ലെ വിട്ട് വന്ന് തുടങ്ങും. അപ്പം ആ പഞ്ചസാര പാവിൽ കിടന്നിട്ട് ഈ നെയ്യും കടലപ്പൊടിയും കുക്കായി എന്നർത്ഥം. അതങ്ങനെ ഒരു കുക്കായി എന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1/2 കപ്പ് നെയ്യും കൂടി അതിലേക്ക് ചേർക്കുക. നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് നെയ്യ് ചേർക്കുന്നത് എന്ന് ഓർക്കണം. പിന്നെ ആദ്യം ചേർത്തു, മിക്സ് ചെയ്ത് ഒഴിച്ചു, പിന്നെ രണ്ടാമത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കുറച്ചായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയ കാരണം ഞാൻ ആ ബാക്കിയുള്ള 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു. പിന്നെന്താ, അത് ഒഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇളക്കൽ നിർത്തരുത്. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ആ മാവ് ആ എണ്ണയിലിരുന്നിട്ട് ഒരു തരം വറുത്ത പോലെയൊക്കെ ആവും. ഇത് നോൺ സ്റ്റോപ്പ് ഇളക്കി കൊടുക്കുക. ഈ നെയ്യിനെയും കൂടി അതിനകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. അത് കുറച്ച് നേരത്തെ പണിയുണ്ടാവും, പക്ഷേ വേർത്ത് ഇറ്റ് ആയിരിക്കും. എന്തായാലും ഇവിടെ നമ്മുടെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇനി മുറുക്കം വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പാത്രം അങ്ങനെ എടുത്ത് നേരത്തെ നെയ്യ് തടവി വെച്ച് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നേരത്തെ നമ്മൾ ഒഴിച്ച ഗീ മൈസൂർ പാക്കിനേക്കാളും ഇത് കുറച്ചും കൂടി ഒരു കട്ടിയും ഉണ്ട്. പിന്നെ അതിൻ്റെ കളറിനും കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റത് കുറച്ചും കൂടി അധികം മഞ്ഞയാണ്, ഇതിന് കുറച്ചും കൂടി ഒരു ലൈറ്റ് ക്രീം കളർ പോലത്തെ അങ്ങനത്തെ ഒരു കളറാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നേരത്തെ പോലെ തന്നെ സ്പൂണ് കൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ ഒന്ന് പരത്തി കൊടുക്കുക. തണിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ചൂട് മുഴുവൻ പോണതിൻ്റെ മുന്നേ ആയിട്ട് തണിഞ്ഞതിന് ശേഷം അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. എന്നിട്ട് നന്നായി തണിഞ്ഞതിന് ശേഷം അത് പുറത്തെടുത്ത് സെർവ് ചെയ്യാം. ഏതായാലും 2 തരം മൈസൂർ പാക്കിൻ്റെ വീഡിയോ കണ്ടുവല്ലോ. അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ദിവാലിയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത ഏതെങ്കിലുമൊക്കെ സ്വീറ്റ്സ് വെച്ച് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.